ലഹരിക്കും അക്രമത്തിനെതിരായി സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണെന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മന്ത്രി എം പി രാജേഷ്. അക്രമം ആഘോഷിക്കപ്പെടുന്നതും അക്രമത്തെ പർവ്വതീകരിക്കുന്നതും സമൂഹത്തിന് ഭീഷണിയാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 44ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിക്കെതിരായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള വിപുലമായ ജനകീയ ചെറുത്തുനിൽപ്പുണ്ടാക്കും. നിയമം കാര്യക്ഷമമായി നടപ്പാക്കുവാനും അതിലുപരിയായി ലഹരിക്കെതിരായി സാമൂഹിക ഇടപെടലുകൾ നടത്താനും സാമൂഹിക അവബോധമുണ്ടാക്കാനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് കേരള എക്സൈസിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സൈസ് സേനയെന്ന നേട്ടം നിലനിർത്താനും ലഹരിക്കും മയക്കുമരുന്നിനുമെതിരായുള്ള പോരാട്ടത്തിൽ കുന്തമുന്നിയായി പ്രവർത്തിക്കാനും എക്സൈസിന് കഴിയണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ന് മയക്കുമരുന്നിന്റെ ഭീഷണിയെ നേരിടാൻ അത് മതിയാവില്ല, അതല്ല ഇന്ന് നേരിടുന്ന ഭീഷണി. അസാധാരണമായിട്ടുള്ള വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മയക്കുമരുന്നും പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികളും ഉയർത്തുന്ന വെല്ലുവിളിയാണ്. അത് നേരിടുന്നതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ കാര്യക്ഷമമായിട്ടുള്ള എൻഫോഴ്സ്മെന്റാണ്. രണ്ടാമത്തേത്, ഇതൊരു സാമൂഹിക വിപത്താണ് എന്ന് കണ്ടുകൊണ്ടുള്ള സാമൂഹിക ഇടപെടൽ ശക്തിപ്പെടുത്തലും സാമൂഹികമായ ജാഗ്രത വളർത്തിയെടുക്കലുമാണ്. കേരളത്തിൽ എക്സൈസ് സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാനാവും. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നള്ളി MLA, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആർ മോഹൻകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ വി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സുദർഹ്യമായ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥരെയും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മറ്റു വ്യക്തികളെയും ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.